ഹലോ ഗായ്സ്, ലക്കി സ്റ്റാർ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയുടെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കുടിച്ച് ഞാനിങ്ങനെ കുത്തിരി. രാവിലെ ഒരു കട്ടനൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു തെളിമയൊക്കെ കിട്ടും. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചൂടാന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞാറ്റനെ വിഷ് ചെയ്യാൻ വേണ്ടി എഡൂസിനോട് പറയുകയാണ്. അപ്പോൾ അവൻ വിഷ് ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ പറ, ഒച്ചത്തിൽ പറ. കുഞ്ഞാറ്റാന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മൈ ഡിയർ പൊന്നു ചക്കര പെണ്ണേ കുഞ്ഞാറ്റ. ബർത്ത്ഡേ ആണെങ്കിലും കുരുത്തക്കേടിനൊന്നും ഒരു കുറവില്ല. എൻ്റെ മുടിയാണ് വലിച്ചു പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ കുർബാനയ്ക്ക് പോകാൻ അതിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പെണ്ണ് റെഡിയായി ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും വന്നിട്ടുണ്ട്, പിന്നെ ആങ്ങളെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. ദൈവം തന്ന 2 വർഷമായ ദൈവത്തിന് നന്ദി പറയാൻ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി എല്ലാവരും കുർബാനയ്ക്ക് വേണ്ടി 6:30-ക്കാണ് കുർബാന. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് കുഞ്ഞാറ്റ ഉറങ്ങിപ്പോയി ഗൈസ്. എല്ലാം നല്ല ഉറക്കമായിരുന്നു. അവൾ വഴക്കായിരുന്നു പള്ളിയിൽ നിന്ന്. ഉറക്കം രാവിലെ അങ്ങനെ എഴുന്നേൽക്കുന്നില്ല. അവർ രാവിലെ 9 ശേഷം എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പിന്നെ അവളെ ഞാൻ കട്ടിലേക്ക് കിടത്തി വീട്ടിലെത്തി കട്ടിലേക്ക് കിടത്തി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കം ഞങ്ങൾ തുടങ്ങി. ഞങ്ങളുണ്ടാക്കി അപ്പം ഉണ്ടാക്കി, അതുപോലെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. മമ്മി ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ വന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ ബാക്കി അപ്പം കൂടെ ചുടാനുണ്ടായിരുന്നു. അതും കൂടെ ചുട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പിന്നെ ചായയും അപ്പവും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാവേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടുത്ത് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തില്ലായിരുന്നു. അതിനുള്ള പരിപാടി തുടങ്ങുമായിരുന്നു. ഹസ്ബൻഡും ആങ്ങളെയും കെട്ടിയവനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാനും ഉണ്ടായിരുന്നു ആ കൂടെ. പിന്നെ പിള്ളേരൊക്കെ അതെല്ലാം നശിപ്പിക്കുന്നതുകൊണ്ട് പിള്ളേരെല്ലാം മാറ്റി അപ്പച്ചങ്ങ് പുറത്തേക്ക് കൊണ്ടുപോയിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ചെയ്ത്. നമുക്ക് അഫോർഡബിൾ റേറ്റ് നമുക്കിത് ലഭിക്കും. പിന്നെ ഞങ്ങൾ ഉടുപ്പ് ചെയ്ത്, ഇതാണ് പെണ്ണിൻ്റെ ഉടുപ്പ്, ഇതാണ് ഞങ്ങളുടെ കേക്ക്. ഞങ്ങൾ തീം ഡെക്കറേറ്റ് ചെയ്തത് കോക്കോമലിൻ്റെ തീമായിരുന്നു ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തത്. കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു. അതുപോലെ തീമും നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഉടുപ്പും നമുക്ക് പൗർണമി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ കളർ തന്നെ ടെക്സ്റ്റൈൽസ് അവിടെ നിന്നാണ് നമ്മൾ ഉടുപ്പ് ഡെക്കറേറ്റ് ചെയ്തു, ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ വലിയ കുഴപ്പമില്ലാത്ത ഒരു തീമും അടിപൊളിയായിരുന്നു. മമ്മി കേട്ടോ മറന്നുപോയല്ലോ. ചെറുത് കൈ കൊടുത്ത എല്ലാരും കുഞ്ഞാറ്റ കാണുന്നില്ല. ഹാപ്പി ടു യു.
കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അടുത്തത് പിന്നെ പിള്ളേർക്ക് ബലൂണും അതെല്ലാം പറിക്കണം, ഓരോന്ന് പറിക്കാനും ഇപ്പം തന്നെ തുടങ്ങി. അത് കഴിഞ്ഞ് അവർ പോകാൻ വേണ്ടി റെഡി ആകുമായിരുന്നു. അവർ ശാസന വൈകുന്നേരം പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് വൈകുന്നേരം പ്രദക്ഷിണം അവിടെ കൊടിയേറ്റായിരുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കുർബാന കഴിഞ്ഞ് വന്നതോടെ തന്നെ വീട്ടിൽ വന്ന് സെലിബ്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അവർക്ക് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരെയും പോവുകയാണ്. അവർ പെരുന്നാളിനൊക്കെ ക്ഷണിച്ചു ഞങ്ങളെ. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റ വണ്ടിയിൽ കയറി. അവൾ ഞങ്ങളോട് തിരിച്ച് വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവൾ വണ്ടിയിൽ കയറിയിരുന്നു. അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ, പക്ഷെ അവൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് പിന്നെ വണ്ടിയിൽ തന്നെ ഇരുത്തി. കുറച്ച് വണ്ടി തിരിക്കുന്നവിടം വരെ ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അവളെ ഇരുത്തിയിട്ട്, അല്ലേ കാണുന്നില്ലേ, അവളും പോവുക. ടാറ്റ വരുന്നുണ്ട്, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ടാറ്റ തരികയാണ്. അവർക്ക് അങ്ങനെ ആരോടെയും പോകുന്നില്ല. പിന്നെ ഇവരെ നല്ല പരിചയമുള്ളത് അറിയാവുന്നവരോട് കൂടെയാണ് അവൾ പോകും കേട്ടോ. അവൾ പിന്നെ വണ്ടിയൊക്കെ കണ്ട യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ അവൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു തിരിച്ചു പോവുകയാണ്. പിന്നെ അവിടെ തിരിച്ച് ഇറക്കി. പിന്നെ അവൾക്ക് ഭയങ്കര വിഷമവും സങ്കടമായിരുന്നു. അവരൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയപ്പോൾ പിന്നെ അവിടെ അയൽവക്കത്തേക്ക് അവിടെ ചേച്ചിയൊക്കെ ഇരിക്കുന്ന കണ്ട് അങ്ങനെ അവർ നേരെ താഴോട്ട് പോയി. നേരെ താഴെ തന്നെയാണ് വീട്, നേരെ ഓപ്പോസിറ്റാണ്. അവൾ നേരെ താഴോട്ട് പോയി. അപ്പോൾ അവർ ചേച്ചിയെ കണ്ട് അവർ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുകയാണ്. അവർക്ക് അവൾ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ് ഗൈസ്. അവരെല്ലാം പോയ ശേഷം ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. അവൾക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അവളും കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി. പിന്നെ ഞങ്ങൾ അവർക്കെല്ലാം എഴുന്നേറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ആരുമില്ലാത്ത, പിന്നെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പോയി. പിന്നെ ഞങ്ങൾ ബിരിയാണി മേടിച്ചു. അതും ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ മേടിച്ചു. ചിക്കൻ ബിരിയാണിയും പിന്നെ എൻ്റെ അടുത്ത് അച്ചാറും ഉണ്ടായിരുന്നു, സലാസും അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണി കഴിക്കുകയാണ് ഗൈസ്. ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് അങ്ങനെ ഏകദേശം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബിരിയാണി അവളങ്ങനെ ചോറൊന്നും കഴിക്കില്ല, ബിരിയാണി റൈസ് ആയതുകൊണ്ട് അവൾ ഇച്ചിരി കഴിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അവൾ കുരുത്തക്കേട് കാണിച്ച് പോയി. അവിടെയാണ് കളറൊക്കെ ഇരുന്ന് അതെല്ലാം കയ്യിലും കാലെല്ലാം വാരിത്തെത്തി. കയ്യിലും കാലൊക്കെ കുറെ കഴുകി കളഞ്ഞു. എന്നിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. കൊണ്ട് കയ്യൊക്കെ തൂത്ത് വെച്ചു. ബർത്ത്ഡേ കുരുത്തക്കേടിനൊന്നും അങ്ങനത്തെ പിള്ളേർ നിൽക്കുന്നുണ്ടോ? അങ്ങനെ എല്ലാം ഓരോന്നും കയ്യിലാക്കി പറിച്ചെടുത്തു. പിന്നെ ബലൂൺ അപ്പം ഞങ്ങളുടെ കുട്ടി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ. എടുത്തോ.